ഏസ് ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ കഫേയാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആൻ പാലിയാണ്. നമ്മളോടൊപ്പം കുറച്ച് നല്ല ഫോൺ കോൾസ് ഉണ്ട്, കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്, കുറച്ചധികം വിശേഷങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഒപ്പം ഒരു കിടിലൻ പ്ലേലിസ്റ്റ് കൂടിയുണ്ട്. അതായത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമാകുന്ന ഗാനങ്ങൾ, അതും ഏറ്റവും പുതിയ സിനിമകളിലെ ഗാനങ്ങൾ, ഏറ്റവും അധികം ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഈണങ്ങളൊക്കെയാണ് അമേരിക്കൻ കഫേയിൽ ഏറ്റവും അധികം പ്ലേ ചെയ്യുന്നത്. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, കൂടുതൽ ഹിന്ദി സോങ്സ് എന്താണ് ഉൾപ്പെടുത്താത്തത്, അല്ലെങ്കിൽ തമിഴ് സോങ്സ് എങ്ങനെയാണ് ഉൾപ്പെടുത്താത്തതെന്ന്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് സോങ്സ് ആണെങ്കിലും നമുക്ക് മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാൻ സാധിക്കുന്ന സമയത്ത് കൂടുതൽ മലയാളികൾക്ക് ഇഷ്ടമാകുന്ന സോങ്സ്, അതും മലയാളം സോങ്സ് ഉൾപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മളിപ്പോഴും ശ്രമിക്കാറുള്ളത്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഒക്കെ ഇനിയും ഒരുപാട് സ്പേസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് പ്രോഗ്രാംസിന്റെ എന്ത് ഫാക്ടേഴ്സിനെ കുറിച്ചാണെങ്കിലും അതൊക്കെ എഴുതി അറിയിക്കാം. നെക്സ്റ്റ് ഒരു ലെറ്റർ വായിക്കാം. ലെറ്റർ വായിച്ചതിന് ശേഷം കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടന്നു വരാം. ഹലോ ആൻഡ് ഹോപ്പ് ഇലക്ഷൻ spree has made your days busy too. യെസ്, ഓഫ് കോഴ്സ്. ഇന്നത്തെ ദിവസം നമ്മളിപ്പോൾ പതിയെ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അറിയാം കേരളത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക, എന്തൊക്കെ മാറ്റങ്ങൾക്കാണ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. റിസൾട്ട്സ് വരാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു ആഘോഷത്തിൻ്റെ കൂടി ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ് ഉണ്ട് നമ്മൾക്ക്. പ്രത്യേകിച്ചും 5 വർഷത്തിൽ ഒന്ന് വരുന്ന കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവരും എന്താ ചെയ്യുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സുകളിലും ഉണ്ട്, അല്ലേ? We are watching election debates and analysis on YouTube. Being a college chairman for 2 years, I too wish to be in Kerala and watch everything so close. അതെപ്പോഴും പറയുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് കോളേജിലൊക്കെ നമ്മൾ ഇലക്ഷനിൽ മാത്രമല്ല കൂടുതൽ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളിലും അതിൽ കോളേജ് രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ഇടപെടുന്ന ആൾക്കാരാണ് എങ്കിൽ അവർക്കൊക്കെ ഒരു ഇലക്ഷൻ സമയത്ത് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ വളരെ കൂടുതലായിരിക്കും. പക്ഷെ ഇപ്പോൾ അത്തരം ആകാംക്ഷകൾക്കൊന്നും ഒരുപാട് സമയത്തെ ആയസില്ല. കാരണം എല്ലാം വളരെ അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് TV-യിലൂടെ കിട്ടുന്നുണ്ട്, നെറ്റിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല നാട്ടിലേക്ക് വിളിച്ച് വാട്സപ്പിലൂടെ ആണെങ്കിലും ഫേസ്ബുക്കിലൂടെയൊക്കെ ആണെങ്കിലും വിശേഷങ്ങൾ അങ്ങനെയും അറിയാനുള്ള ഒരുപാട് ചാൻസസ് ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം നമ്മൾ ആകാംക്ഷ ഭരിതരായിട്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് പറയായിരുന്നു. But it stays just a dream for the past. Wish our country to become the best. With love, Narayan Nair. നാട്ടിലത്തെ സ്ഥലം ചങ്ങനാശ്ശേരി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം SP കോളേജിലായിരിക്കും ഈ പറഞ്ഞ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും കഴിഞ്ഞ 20 വർഷമായിട്ട് കേരളത്തിൽ നിന്ന് മാറി നിന്നിട്ടും ഇപ്പോഴും കേരളത്തിൽ സംഭവിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനും അതിനോട് റിയാക്ട് ചെയ്യാനും ഒക്കെ ഓരോരുത്തരും കാണിക്കുന്ന താല്പര്യം കണ്ടാൽ ശരിക്കും നമ്മൾക്ക് അത്ഭുതമുണ്ടാവും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജനറേഷനുള്ള ആൾക്കാരാണ് കൂടുതലും രാഷ്ട്രീയപരമായ കാര്യങ്ങളാണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള അഭിപ്രായങ്ങളും മാത്രമല്ല അവരുടെ ഒപ്പീനിയൻസ് പോലും വളരെ പബ്ലിക്കായിട്ട് പറയുവാനും വളരെ കൃത്യമായിട്ടൊരു അഭിപ്രായം രൂപീകരിക്കാൻ ഒക്കെ താല്പര്യം കാണിക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ ഒരു എന്താ പറയുക, ഒരു കൈപ്പിടിക്കുള്ളിൽ ഒതുക്കാൻ പറ്റുന്നത് കൊണ്ടായിരിക്കും പലപ്പോഴും അഭിപ്രായങ്ങളൊന്നും ആരും അത്ര തുറന്നു പറയേണ്ട കാര്യമില്ല. FB-യിലൊന്നും പോസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ഫേസ് ടു ഫേസ് കോൺവെർസേഷനോട് പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. എങ്കിലും ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കണക്കിലെടുത്തും അതല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ആഘോഷത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്തുമൊക്കെ മലയാളികൾ കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഇഷ്ടപ്പെടുവാനും ഒക്കെ പറ്റുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. അപ്പോൾ ഏവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ കഫേയാണ്. ഈ ഒരു ഇലക്ഷൻ ചൂടിനിടയിലും നമ്മൾക്ക് അല്പം ആശ്വാസത്തിനായി കുറച്ച് നല്ല സോങ്സ് ഉണ്ട്. നെക്സ്റ്റ് സോങ്ങിലേക്ക് കിടക്കാം, അമേരിക്കൻ കഫേ. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ലാലേട്ടനെ കാണുന്നതാണ്. ലാലേട്ടൻ്റെ ഓരോ മൂവീസിലെയും ഓരോ സോങ്സും വളരെ ആർഡൻ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യുന്നതാണ്. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ലാലേട്ടൻ ഒരു അമ്മയെ പറ്റി ഒരു പാട്ട് പാടുകയാണെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അത് അവതരിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരാൾ മലയാളത്തിലുണ്ടോ എന്ന് സംശയമാണ്. കാരണം അത്രമാത്രം അതിൽ ഒരു എന്താ പറയുക, നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും. മാത്രമല്ല നമ്മൾ നമ്മുടെ അമ്മയോട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ലാലേട്ടൻ പറയുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുമല്ലേ. മേ ബി അതായിരിക്കും ഒരു റീസൺ. ചില സമയങ്ങളിൽ നമ്മൾ മലയാളികൾക്ക് ഒരു ഇത്തിരി ചമ്മലുണ്ടല്ലേ നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ. അത് എത്രമാത്രം ഉണ്ടെന്ന് മറ്റുള്ളവരോട് പറയാനൊക്കെ അത് ചിലപ്പോഴൊക്കെ മലയാളികളെ പറ്റി തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ട് എന്ന് മറ്റുള്ളവർ കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫൈൻ, പക്ഷെ നമ്മൾക്ക് നമ്മുടെ ശീലങ്ങളൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. അടുത്ത ലെറ്ററിലേക്ക് കടക്കുകയാണ്. അയ്യോ, ഞാൻ വിചാരിച്ച ലെറ്റർ പോയിന്നും.
Hi all, I don't know whether you read this letter because for a long time I haven't spent my time for writing a letter. ക്വൈറ്റ് നാച്ചുറൽ അല്ലേ? നമ്മൾ ഓഫീസിൽ വെച്ച് എന്തെങ്കിലും ഓഫീസ് മെയിൽസ് അയക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള FBയിലാണെങ്കിൽ കുറച്ച് പോസ്റ്റ് ഇടും, വാട്സപ്പിലാണെങ്കിൽ മെസ്സേജസ് അയക്കും. ലെറ്റർ എന്നൊരു കോൺസെപ്റ്റ് നമ്മളുടെ ഇടയിൽ നിന്നും മറന്നു പോയിട്ട് അല്ലെങ്കിൽ മാഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. തിരിച്ചു കൊണ്ടുവരാൻ എന്താ ഒരു വഴി? ഇതൊക്കെയുള്ളൂ. ഓക്കെ, ഇറ്റ്സ് ഈദർ മെസ്സേജസ് ഓർ ഷോർട്ട് ഫോൺ കോൾസ്. ഐ ഡോണ്ട് ലൈക്ക് ടു ടോക്ക് ടു മച്ച്. വെരി ഗുഡ്, ആരോഗ്യത്തിന് നല്ലതാണ്. ഒരുപാട് സംസാരിച്ച് ജീവിതത്തിൻ്റെ എനർജി സംസാരിച്ച് നഷ്ടപ്പെടുത്തുന്നതിലും നല്ലത് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. സോക്രട്ടീസ് പറഞ്ഞത് കേട്ടിട്ടില്ലേ? വൈസ് മെൻ സ്പീക്ക് ബിക്കോസ് ദേ ഹാവ് സംതിങ് ടു സേ. സ്റ്റുപ്പിഡ് പീപ്പിൾ സ്പീക്ക് ബിക്കോസ് ദേ ഹാവ് ടു സേ സംതിങ്. എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാണോ എങ്കിൽ മാത്രം പറയുന്നതാണ് നല്ലതെന്ന് എഗെയിൻ സോക്രട്ടീസ് പിന്നീടും പറഞ്ഞിട്ടുണ്ട്. Especially with people who have a big nose for other person's privacy. ഇദ്ദേഹത്തിന് അവരോടൊന്നും സംസാരിക്കാൻ ഇഷ്ടമില്ലെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. Whenever I come to India, I often wonder how people can easily ask about my relationship status and future life. But nowadays, I wish someone to ask me like that, because we need someone to take care of ourselves, someone to worry about us, someone to worry about our future. അപ്പോൾ പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മൾ മലയാളികളുടെ ശീലങ്ങളിലേക്കും അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങളുമൊക്കെ ഇഷ്ടപ്പെട്ട് വരികയാണെന്ന് തോന്നുന്നു. Yes, I'm missing my people too much nowadays. So put an interesting song for my dad, mom, all my cousins, uncles, aunties, neighbors. Take care. വിവേക് മാന്തടത്തിൽ. വിവേക് പറയുന്നത് പോലെ തന്നെ ആദ്യമൊക്കെ ചില കാര്യങ്ങൾ നമ്മൾക്ക് ഇത്തിരി അബ്സേർഡ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷെ സ്റ്റിൽ കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ലൈഫിലും ആരെങ്കിലുമൊക്കെ ഉണ്ട് നമ്മളെ പറ്റിയും കൺസേൺ ആവാൻ വേണ്ടിയിട്ട്. ചില ആത്മാക്കൾ അവിടെയും ഇവിടെയുമൊക്കെ ഉണ്ട് എന്നൊരു തോട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ, അത് ചിലപ്പം സ്റ്റുപ്പിഡ് ആയിരിക്കാം, പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കാൻ ചിലരെങ്കിലും ഉണ്ടാവണം ലൈഫിൽ. എന്താ ഉള്ളത്, സുഖമാണോ എന്നുള്ളൊരു വാട്സപ്പ് മെസ്സേജ് കിട്ടിയാൽ മതി. ചിലപ്പോൾ നമ്മുടെ അന്നത്തെ ദിവസം വളരെ സന്തോഷഭരിതമായി മുന്നോട്ട് നീങ്ങും. എന്നാൽ ഒന്നും ചോദിക്കാനില്ലാതെ, ആരോടും സംസാരിക്കാനില്ലാതെ, എനിക്ക് എൻ്റെ മാത്രം ലൈഫ്, എൻ്റെ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട എന്ന് പറയുന്നവർ പോലും ചില സമയങ്ങളിൽ കുറച്ച് മാറി ചിന്തിക്കാൻ ഇഷ്ടപ്പെടാറുണ്ട്. കാരണം നമ്മളൊക്കെ ബേസിക്കലി മനുഷ്യർ ഒരു സോഷ്യൽ ആനിമലാണ്. നമ്മൾക്ക് സാമൂഹിക ജീവിയാണ്. മറ്റുള്ളവരെ കണ്ടും അവരോട് സംസാരിച്ചും അവരോട് മിങ്കിൾ ചെയ്തും ഒക്കെ തന്നെ നമ്മുടെ ലൈഫ് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇത്തരം നല്ല മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹം ഓരോരുത്തർക്കും ഉണ്ടാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം തന്നെയാണ്. മാത്രമല്ല വളരെ ഇത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീട്ടുപേരാണല്ലേ മാന്തടത്തിൽ എന്നൊക്കെ പറയുമ്പോൾ. ഇപ്പം നാട്ടിലൊക്കെ മാങ്ങയുടെ സമയമാണ്, നിറയെ മാങ്ങകൾ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മളുടെയൊക്കെ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൗണിലൊന്നും നമുക്ക് നേരെ മാവിൽ നിന്ന് പറിച്ചുള്ളൊന്നും കിട്ടില്ല, കടയിൽ നിന്ന് കിട്ടുമായിരിക്കും. എങ്കിലും ഓരോ മാങ്ങാപ്പഴം കഴിക്കുമ്പോഴും നമ്മളൊക്കെ ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോവുക കൂടി ചെയ്യുന്നുണ്ട്. ചില ഓർമ്മകൾ, ചില ഇഷ്ടങ്ങളൊക്കെ നമ്മുടെ മനസ്സുകളിൽ അങ്ങനെ തന്നെ സ്റ്റേ ചെയ്യും. അപ്പോൾ ഇഷ്ടങ്ങളോടുള്ള മലയാളികളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും അധികം ഇഷ്ടമുള്ളത് നമ്മൾക്ക് മൂവി സോങ്സ് തന്നെയാണ്. നമ്മൾ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും മലയാള മൂവി സോങ്സ് തന്നെയാണ്. അത്തരത്തിലൊരു നല്ല സോങ് ആണ് അടുത്തതായി നിങ്ങളെ കാത്തിരിക്കുന്നത്. കണ്ടതിന് ശേഷം തിരിച്ചെത്തു അമേരിക്കൻ കഫേയിലേക്ക്. കോളേജ്, നിങ്ങളെല്ലാവരും എവിടെയാണ്? എന്നെ ഇങ്ങനെ ഏകാന്തതയിലേക്ക് തള്ളിവിട്ടിട്ട് എല്ലാവരും ഇങ്ങനെ മടി പിടിച്ചിരിക്കുക. അതേ കുറച്ചുകൂടെ കോളേജ് വരെയോ? അത് മാത്രമല്ല, വരുന്ന കോൾസ് ചിലപ്പോഴൊക്കെ കട്ടായി പോകുന്നുണ്ട്, ചില സമയത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ അല്പമെങ്കിലും ക്ഷമ കാണിക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടത് മഴയെക്കുറിച്ചുള്ളൊരു പാട്ടായിരുന്നു അല്ലേ? മലയാളികൾക്ക് മഴ എന്നത് എത്രമാത്രം നമ്മുടെ ലൈഫിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു വാക്കാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി തന്നത് കഴിഞ്ഞ ഒരു മാസത്തെ വേനൽ ചൂടാണ് അല്ലേ? ഈ സാധാരണഗതിയിൽ എല്ലാവരും പറയാറുണ്ട് വിഷു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പ്രതീക്ഷിക്കാമെന്ന്. പക്ഷേ നമ്മൾ വിഷു കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് ദിവസങ്ങൾ കൂടി ഇങ്ങനെ ഭയങ്കര ചൂടിൽ ഇങ്ങനെ ഉരുകുമായിരുന്നു കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ചൂടുള്ള ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത്. അതിന് മുമ്പ് പഴയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ എപ്പോഴേക്കോ ഇതുപോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒന്നും ജനറേഷനുള്ളവർ ഇത്രയും ചൂടുള്ള ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഇത്രയും ചൂടുള്ള ദിവസങ്ങൾ ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞത് ഒരിക്കലും കേരളത്തിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല എല്ലാവർക്കും ഒരു ഷോക്ക് ആവുകയും ചെയ്തു. അപ്പോഴാണ്
കൂടുതലും നമ്മുടെ നാടിൻ്റെ മരങ്ങളും ചെടികളും പുഴകളും തണ്ണീർ തടങ്ങളുമൊക്കെ എത്രമാത്രം സംരക്ഷിക്കണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളും ചർച്ചകളുമൊക്കെ നമ്മളുടെ ഇടയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാലും അത് നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥ എത്തുന്നോടം വരെ നമ്മൾ അതിനു വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ മടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷെ എന്തായാലും ഈ ഒരു ചൂട് കാലം നമ്മൾ മലയാളികളേക്ക് കൂടുതൽ നന്നായിട്ട് അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കി തന്നിട്ടുണ്ട് എത്രമാത്രം നമ്മൾ മഴവെള്ളം സംഭരിക്കണം. മാത്രമല്ല നമ്മുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കോൺക്രീറ്റ് ഒന്നും ഇടാതെ സാധാരണ മണ്ണായിട്ട് അതിനെ തന്നെ സ്റ്റേ ചെയ്യിക്കുക. അതേപോലെ തന്നെ ഓരോ മരങ്ങളുടെ ചുറ്റുമുള്ള വീണ് കിടക്കുന്ന ഇലകളൊക്കെ വെറുതെ എടുത്ത് കത്തിക്കാതെ അതിന് ചുറ്റും തന്നെ അത് പ്രിസർവ് ചെയ്തിട്ട് അത് നാച്ചുറലി അത് അഴുകി മണ്ണിലേക്ക് പോകുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക തുടങ്ങിയ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. മാത്രമല്ല അത് പറഞ്ഞു തരുന്ന പലവിധ വെബ്സൈറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കൂടി പരീക്ഷിക്കുക കേട്ടോ. കാരണം നമ്മൾ കേരളം എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മൾ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്നത്. പക്ഷെ കേരളത്തിന്റെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം അനുഗ്രഹീതമായിരിക്കുന്നത് കേരളത്തിലെ പുഴകളുടെ സമ്പന്നത കൊണ്ടാണ്, നമ്മളുടെ പ്രകൃതി രമണീയമായ മലനിരകൾ കൊണ്ടാണ്, കേരളത്തിൻ്റെ വിശുദ്ധിയാർന്ന ഓരോ സ്റ്റേറ്റുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കാം പ്രത്യേകതയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ട് കൂടിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സ്വത്വം നമ്മളുടെ ഇടയിൽ നിന്നും മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ടിരിക്കില്ല. ഇവിടെയുള്ള ജീവിതം വളരെയധികം ദുസ്സഹമായിരിക്കും. തീർച്ചയായിട്ടും നാട്ടിൽ ഓരോ തവണ വെക്കേഷന് വരുമ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നത് അവർ എങ്ങനെയാണോ ഇവിടെ നിന്ന് പോയത് അതേ അവസ്ഥയിൽ തന്നെ അല്ലെങ്കിൽ അതേ ഭംഗിയിൽ തന്നെ നാടിനെ വീണ്ടും കാണുവാനും കുറച്ച് ദിവസങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും തിരിച്ചു വരുമ്പോൾ കോൺക്രീറ്റ് കാടുകളായി മാറിയിരിക്കുന്ന നമ്മുടെ പുൽത്തകിടികളും വയലുകളും ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ പക്ഷെ ചിലപ്പോഴൊന്നും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാറില്ല. ഓരോരുത്തർക്കും ആവശ്യങ്ങൾ കൂടി വരികയാണ്, പോപ്പുലേഷൻ കൂടി വരികയാണ്, എല്ലാവർക്കും സ്വന്തമായി വീട്, സ്വന്തമായി കാറ് എന്നുള്ള ആവശ്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. ബട്ട് സ്റ്റിൽ അതൊക്കെ ചെയ്യുമ്പോൾ പോലും നമുക്ക് മാക്സിമം നമ്മുടെ നേച്ചറിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അത് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടുമുള്ള മറ്റ് ജീവജാലങ്ങൾ കൂടി നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണെന്നുള്ള ചിന്തയിൽ ചെയ്താൽ ഒരുപാട് നന്നായിരിക്കും. ഓർക്കുക, പ്രകൃതി എന്നത് നമുക്ക് നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടിയ സ്വത്തല്ല, നമ്മുടെ വരും തലമുറകളിൽ നിന്നും നമ്മൾ കടമെടുത്ത അല്പ ദിവസങ്ങളിലേക്ക് മാത്രം കടമെടുത്ത ഒരു വലിയ സ്വത്താണത്. അപ്പോൾ അതിനെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുവാനും അത് മാത്രമല്ല മറ്റു തലമുറയ്ക്ക് വളരെ ശ്രദ്ധയോടുകൂടി അത് കൈമാറി കൊടുക്കുവാനും അവരെ കൂടി പ്രബോധനം നൽകുവാനും ഒക്കെയുള്ള ചിന്തകളും പ്രവൃത്തികളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നെക്സ്റ്റ് സോങ് കാണാം അമേരിക്കൻ കഫേയിൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യണം, അല്ലെങ്കിൽ ആവശ്യമുള്ളവരെ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ പിറകിൽ മറ്റൊരു സൈക്കോളജി കൂടിയുണ്ട് കേട്ടോ. ഒരാൾക്ക് നമ്മൾ ആവശ്യമുള്ള ഒരു കാര്യം കൊടുക്കുമ്പോൾ പലപ്പോഴും അവരുടെ ജീവിതമല്ല ഏറ്റവും അധികം മാറിമറിയുന്നത്, നമ്മളുടെയൊക്കെ സ്വന്തം ജീവിതമാണ്. ഒരാൾക്കൊരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അത് സാമ്പത്തികമാകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായമാകാം. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ളതുണ്ട്, അതുകൊണ്ട് തന്നെ മറ്റൊരാളെ സഹായിക്കാൻ എനിക്ക് കഴിയുന്നത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. നമ്മുടെ ഉള്ളിൽ തന്നെ കുറേയധികം വിശുദ്ധീകരിക്കപ്പെടും. മാത്രമല്ല ആ ഒരു തുടക്കം മറ്റു പല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നമ്മളെ പ്രേരിപ്പിക്കും എന്നൊക്കെ പറയുന്നത് ജാക്ക് മായാണ് ആലിബാബയിൽ നിന്നുള്ള ഒരു നല്ല സന്ദേശമാണത്. എന്തായാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ കാര്യങ്ങൾ പലപ്പോഴും പിന്നേക്ക് മാറ്റിവെക്കുകയാണ് നാം പതിവ്. എങ്കിലും ചെയ്യാൻ പറ്റുന്ന ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതം കൂടുതൽ സുന്ദരമാക്കാം, കൂടുതൽ മനോഹരമാക്കാം. മാത്രമല്ല നാളേക്കുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും കൂടുതൽ പവിത്രമാക്കുവാനും ഇത്തരം ചില കാര്യങ്ങൾക്ക് സാധിച്ചെന്നിരിക്കും. അപ്പോൾ വീണ്ടും കാണാം അടുത്ത ആഴ്ച. അപ്പോഴേക്കും കേരളത്തിലെ റിസൾട്ട്സ് ഒക്കെ എത്തിയിരിക്കും. എല്ലാവരും കണ്ണും കാതും കേരളത്തിലേക്ക് നട്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളോട് യാത്രാമൊഴി ചോദിക്കുകയാണ് ആൻ എന്ന ഞാൻ.